ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുഡിങ് കഴിക്കാൻ. പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രം മതി നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലൊഴിക്കണം. ഈ പാലിൽ നിന്നാണ് 1/4 കപ്പ് പാല് നമ്മൾ നേരത്തെ കസ്റ്റാർഡ് പൗഡർ കലക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഈ പാല് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുക. എന്നിട്ട് സ്റ്റൗവ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർക്കുക. ഇനി ഇത് കൈയെടുക്കാതെ വേണം നമുക്ക് ഇളക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയിട്ട് പോകും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ഏതെങ്കിലും നട്ട്സ് നമുക്ക് പൊടിച്ചിട്ട് ചേർക്കാം. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിലൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ കൈ കൊണ്ടൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളുടെ കസ്റ്റാർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു 3 ബ്രെഡിൻ്റെ സ്ലൈസ് വേണം. അതിൻ്റെ 4 സൈഡിലുള്ള ബ്രൗൺ കളറ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്ക്വയർ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യോ ബട്ടറോ ചേർക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ മറിച്ചിട്ടിട്ട് 2 സൈഡും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ക്രിസ്പായിട്ട് വേണ്ട, നമുക്കൊന്ന് ലൈറ്റായിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ബ്രെഡ് മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഏത് ബൗളിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് ആ ബൗൾ എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഒരു ലെയറായിട്ട് ബ്രെഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ചേർക്കുക. ഇപ്പോൾ ഒരു ലെയർ കസ്റ്റാർഡ് മിക്സ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ബ്രെഡ് വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കസ്റ്റാർഡിൻ്റെ മിക്സ് അതിൻ്റെ മുകളിൽ ഒഴിക്കുക. ഇങ്ങനെ എത്ര ലെയർ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടപോലെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഈ പുഡിങ് അടച്ചു വെച്ചിട്ട് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാൻ. നല്ല തണുപ്പുണ്ടെങ്കിലാണ് കേട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ബ്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ മാരിഗോൾഡ് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാരിഗോൾഡിൻ്റെ ഒരു ബിസ്ക്കറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ്, പിന്നെ കസ്റ്റാർഡിൻ്റെ മിക്സ്, അങ്ങനെ എത്ര ലെയർ വേണമെങ്കിൽ നമുക്കിത് പോലെ ചെയ്യാം. ഞാനിപ്പോൾ 3 ലെയറാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കസ്റ്റാർഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ പുഡിങ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.